ഹലോ ഗായ്സ്, വെൽക്കം ടു ഈസി കൺസെപ്റ്റ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നേച്ചർ പ്രീവിയസ് ഇയറിൽ സെക്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ബ്രേക്കിംഗ് ദി സൈലൻസ്. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതിലും ഇപ്പോൾ നമ്മൾ ഇനി അഥവാ അല്ലെങ്കിൽ പോലും നമുക്ക് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിയും. കാരണം ഫുൾ ആ ക്വസ്റ്റ്യൻസ് നോക്കിയ ഒരാൾക്ക് അതിൻ്റെ കീ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ച ഒരാൾക്ക് എന്തായാലും ഒരിക്കലും ക്വസ്റ്റ്യൻസ് ടഫായിട്ട് വരില്ല. ഓക്കെ, ഇപ്പോൾ ഈ 16ാമത്തെ ക്വസ്റ്റ്യന് സെയിം ക്വസ്റ്റ്യനാണ്, നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം ക്വസ്റ്റ്യനാണ്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ബ്രേക്കിംഗ് ദ സൈലൻസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. നോക്കിയാൽ എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു പോയത്തിൻ്റെ ടൈറ്റിൽ കൊടുക്കുക, അതിൻ്റെ ഓഥർ ആരാ കൊടുക്കുക, അതിൽ തീം എന്താ പറയുന്നത് കൊടുക്കുക. അന്ന് ഫസ്റ്റ് പാരഗ്രാഫിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും അങ്ങനെ അറ്റൻഡ് ചെയ്യുക. ഇത് സെക്കൻഡ് പാരഗ്രാഫ് വെച്ചിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളും എഴുതിങ്ങാണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ഇത് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫായിട്ട് തുടങ്ങണം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫിൽ ഞാൻ പറഞ്ഞ പോലെ ഇതും ചെയ്യാം. ഓക്കെ, ദ ടൈറ്റിൽ, കാരണം 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 6 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. പിന്നെ നോക്കിയേ, സീലിങ്ങിൽ 30 മാർക്കാണ് ഓവറോൾ സീലിംഗ്. പക്ഷെ അപ്പോൾ ഈച്ച് ക്വസ്റ്റ്യൻക്കാർ 6 മാർക്കാണ്. അപ്പോൾ 6 മാർക്കിന് ഒരു പേജ് ഇങ്ങനെ എഴുതണം. അപ്പോൾ ഒരു പാരഗ്രാഫ് എന്ന് ഞാൻ പറഞ്ഞ പോലെ എഴുതുക, പിന്നെ സെക്കൻഡ് പാരഗ്രാഫായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ്. ദ പോയിറ്റ് ആൻഡ് ഹെർ ഫാമിലി എലോങ് വിത്ത് അതർ ജപ്പാനീസ് അമേരിക്കൻസ് വർ ടേക്കൺ ഇൻ ടു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇൻ ഒറോഹ. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ട് അവർക്ക് പിന്നെ ഇപ്പോൾ ഈ ഓദറിൻ്റെ എന്താ പറയുക മദറിന് ഇവരൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ഇൻജസ്റ്റിസിനെതിരെ പ്രതികരിക്കാനൊന്നും കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജപ്പാനീസ് അമേരിക്കൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, in camp in Rahur. In the camp and dens were made to suffer. The government confiscated their property, which was subjected to vandalism and ravage. All the improvements they had made before their incarceration were stolen and destroyed. എല്ലാതും അവരുടെ എല്ലാ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് എടുത്തു എന്നാണ് പറഞ്ഞത്. ദേ were forced into signing documents giving the commissioner authority to do what he liked with them. ഇവരോട് ഇവരെ ഫോഴ്സ് ചെയ്തു, എല്ലാ ഡോക്യുമെൻറ്റ്സിലൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി ഫോക്കസ്. ഓക്കെ, ആൻഡ് ദേ were told it is better to keep silence. അപ്പോൾ അവർക്ക് പേടിയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിനേക്കാൾ പ്രതികരിക്കാട്ടിലും നല്ലത് നമുക്ക് മിണ്ടാതിരിക്കുന്നതാണ് പറഞ്ഞു. ഓക്കെ, ആൻഡ് ദേ കെപ്റ്റ് സൈലൻസ്. ബട്ട് ഇൻ ദ testimony, the poet's mother break her silence and tell all her feeling boldly to the commissioner. And in the end, she asserted, "We are the rainforest of color and noises. We hear everything. We are unafraid. Our language is beautiful. Finally, the silence is broken." ലാസ്റ്റും ആദ്യം അവർ പേടിച്ചിട്ടൊന്നും മിണ്ടാതായിരുന്നു. ലാസ്റ്റ് യോധൻ്റെ മദർ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ. പ്രതികരിച്ചതിന് ശേഷം അവർക്ക് ഫ്രീഡം, ഒരു പേടിയൊക്കെ പോയി, ഫ്രീഡം ഫീൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യന് ഇതാണ്, വാട്ട് ഈസ് ദ തീം ഓഫ് ഗാന്ധീസ് ലെറ്റർ ടു അഡോൾഫ് ഹിറ്റ്ലർ. അതിൻ്റെ തീം എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ആ ചാപ്റ്റർ അഡോൾഫ് ഹിറ്റ്ലർ അതിനെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. എന്നിട്ട് സെക്കൻഡ് പാരഗ്രാഫിൽ വേണം നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇതാണ് 17th ക്വസ്റ്റ്യൻ അല്ലേ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ 1939 ആൻഡ് 1940 മഹാത്മാ ഗാന്ധി റോട്ട് ലെറ്റേഴ്സ് ടു അഡോൾഫ് ഹിറ്റ്ലർ ടെല്ലിംഗ് ഹിറ്റ്ലർ ദാറ്റ് he was the only person in the world who could prevent the World War II. ഓക്കെ, അത് മഹാത്മാഗാന്ധി അഡോൾഫ് ഹിറ്റ്ലർക്ക് ലെറ്റർ അയച്ചു. എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഹിറ്റ്ലർ മാത്രമാണ് ഒരു പേഴ്സൺ ഉള്ളത് ഈ സെക്കൻഡ് വേൾഡ് വാർ പ്രിവെൻറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ. ഓക്കെ, വിച്ച് കുഡ് റെഡ്യൂസ് ഹ്യൂമാനിറ്റി ടു എ സേവേജ് സ്റ്റേജ്. അയാൾക്ക് ഹ്യൂമാനിറ്റി ഒരു സേവിയർ സ്റ്റേജിലേക്ക് കുറക്കാനായിട്ട് കഴിയും. ആൻഡ് ഹി ആസ്ക്ഡ് ഹിറ്റ്ലർ ടു അൺലിസൺ ടു ദ അപ്പീൽ ഫ്രം ആൻ ഇൻഡിവിജ്വൽ ഹു ഹാഡ് ഡെലിബറേറ്റ്ലി സ്റ്റേൺഡ് ആൻഡ് മെത്തേഡ് ഓഫ് വാർ വിത്തൗട്ട് കൺസിഡറബിൾ സക്സസ്. Okay, in the non-violent technique in his letter, and he says that there is no such thing as defeat. He tells Hitler that it can be used
practically without the money and obviously without the aid of signs of distractions which you have bought such a perfections. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ കീ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് പിന്നെ ഇത് ആൻസർ കീ ആണ് കേട്ടോ. ഇതിൻ്റെ ഓരോ കീ പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. Then 18th question, discuss the evolution of identity in the poem when I was growing up. നെല്ലി ബോങ്ങിൻ്റെ പോയാണല്ലേ. അപ്പോൾ ദ പോയം റിട്ടൺ ബൈ നെല്ലി ബോങ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അത് ആ ഒരു പോയത്തിൻ്റെ ഇമ്പോർട്ടൻസും ജസ്റ്റ് തീമായിട്ടും കൊടുക്കുക. ദെൻ പിന്നെ ഉള്ളതാണ് സെക്കൻഡ് പാരഗ്രാഫായിട്ട് ഈ ആൻസർ കൊടുക്കുക. വെൻ ഐ വാസ് ഗ്രോയിങ് അപ്പ് നെല്ലി വോൺ റിലേറ്റ് ദ സ്ട്രഗിൾ ഓഫ് ജപ്പാനീസ് ഗേൾ ഗ്രോയിങ് അപ്പ് ആൻഡ് സെർച്ചിങ് ടു ഫൈൻഡ് ഹെർ വോയിസ് ഇൻ എ പ്രിഡോമിനൻ്റ്ലി വൈറ്റ് കൾച്ചർ മെജോറിറ്റി. അതായത് ഇതിൽ ഒരു ചൈനീസ് ഗേളിൻ്റെ അവൾ വലുതാവുമ്പോഴുള്ള അവൾ സ്ട്രഗിൾസ് ഒക്കെ പറയുന്നത്. ആൻഡ് അവൾ ഈ വൈറ്റ് മെജോറിറ്റിയിൽ അവളുടെ പൊസിഷൻ, അവളുടെ സ്റ്റാൻഡ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ദ പോയം ഡീറ്റെയിൽസ് ദ ഫീലിങ്സ് ഓഫ് ദ സ്പീക്കർ ആസ് ഷി വാസ് ഗ്രോയിങ് അപ്പ് ഇൻ അമേരിക്ക. ഓക്കെ, അവൾ അമേരിക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഈ വൈറ്റ് കൾച്ചർ മെജോറിറ്റിയിൽ വൈറ്റ് പീപ്പിളിലെ മെജോറിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അവൾ നേരിട്ടിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. ഓക്കെ, ആൻഡ് വൈൽ സൈമുൾട്ടേനിയസ്ലി ബീങ് ഇമ്മേഴ്സ്ഡ് ഇൻ ചൈനീസ് കൾച്ചർ ആൻഡ് ഷീ വാണ്ട് ടു ബി പാർട്ട് ഓഫ് അമേരിക്കൻ വൈറ്റ് കൾച്ചർ ആസ് ഷീറ്റ് വാസ് ഡെപിക്റ്റഡ് ആൻഡ് ഗ്ലാമറൈസ്ഡ് ബൈ ദ മീഡിയ ആൻഡ് മൂവീസ്. ഓക്കെ, അപ്പോൾ ഇവൾക്ക് ശരിക്കും ഇവിടെ അമേരിക്കയിലാണ് താമസിക്കുന്നെങ്കിലും അവൾ പാരൻസൊക്കെ ചൈനീസാണെന്ന് പറയുന്നുണ്ടല്ലേ. അപ്പോൾ അവൾ ഓട്ടോമാറ്റിക്കലി എന്തായി ചൈനീസിൻ്റെ എല്ലാ കാര്യങ്ങളാണ് കൾച്ചറൊക്കെ ഫോളോ ചെയ്തത്. അപ്പോൾ ഇവൾക്ക് അത് വേണ്ട, ഇവൾക്ക് ശരിക്കും അമേരിക്കനായി ജീവിച്ചാൽ മതി, അമേരിക്കൻ്റെ കൾച്ചർ സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യാനാണ് അവൾക്ക് ഇഷ്ടം. ഈ മീഡിയാസിൽ ഇതിലൊക്കെ മൂവീസിലൊക്കെ കാണുന്ന പോലെ അങ്ങനത്തെ ഒരു അമേരിക്കൻ സ്റ്റൈൽ ജീവിക്കാനാണ് അവൾക്ക് ഇഷ്ടം. ഓക്കെ, അതാണ് നമ്മളുടെ 18th ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് വൺ 19th ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ജാനിസ് മേരി കിത്താനി ഡിസ്ക്രൈബ്സ് ദ പവർ ഓഫ് സൈലൻസ് ഇൻ ദ പോയം ബ്രേക്കിംഗ് ദ സൈലൻസ്. ഓക്കെ, ബ്രേക്കിംഗ് ദ സൈലൻസിൽ പവർ ഓഫ് സൈലൻസ് എങ്ങനെയാണ് മേരി കിത്താനി ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ 19th ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ സൈലൻസ് വാസ് ദ ഓൺലി വേ ദേ കുഡ് എക്സ്പ്രസ് ദെയർ ഐഡിയാസ് ആൻഡ് തോട്ട്സ്. ഓക്കെ, ഷീ സേ വി വർ മെയ്ഡ് ടു ബിലീവ് അവർ ഫേസസ് ബിട്രേഡ് അസ്. അപ്പോൾ അവർ പറയുന്നത് സൈലൻസ് മാത്രമാണ് അവർക്കൊരു വേ ഉണ്ടായിരുന്നത് അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാനുള്ളത്. കാരണം അവരങ്ങനെ കുടുങ്ങിപ്പോയി. Our bodies were loud with yellow screaming flesh and needing to be silenced behind the barbed wire. I feel that she might have been embarrassed of her heritage, but then she is describing how she felt being locked up like animals. Okay, and Miri Kitani concentrated on her mother's pains, how she grew up with the bad pain and that what it all represents. അതായത് മേരി കിത്താനി പറയുന്നുണ്ട് എങ്ങനെയുള്ള മദർ കോൺസെൻട്രേഷൻ ക്യാമ്പിലായപ്പോൾ എങ്ങനെ ജീവിച്ചു, കാരണം ഒരു ഐഡിയാസ് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ട് ഒരു സൈലൻസ് ആയിട്ട് ജീവിക്കണം. ഓക്കെ, and all to express. And she writes, expressing the political agenda speaks out against the people of color, violence and containment her mother went through, and maybe because they were easily identifiable as being Asian, so they felt more racial hatred. അതായത് ഇവരെ പെട്ടെന്ന് ഏഷ്യൻസ് ആണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഡിസ്ക്രിമിനേഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. ഓക്കെ, ഇനി 20th ക്വസ്റ്റ്യൻ ആണ്, വാട്ട് സൈറ്റ് കണ്ടിന്യൂ ടു അമ്യൂസ് ഡില്ലാഡ് ഇൻ പിൽഗ്രിം അറ്റ് ഇൻ്റർ ക്രീക്ക്. ഓക്കെ, ആനി ഡില്ലാഡിൻ്റെ പിൽഗ്രിം അറ്റ് ഇൻ്റർ ക്രീക്കിൽ അതിൽ ഏത് കാഴ്ചയാണ് ഡില്ലാഡിനെ അമ്യൂസ് ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താ പറയുക, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക ചാപ്റ്ററിന് എല്ലാത്തിനും എഴുതുമ്പോൾ ഇനി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഓക്കെ, പിന്നെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇന്നത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ബോഡി പാരഗ്രാഫിൽ വേണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 20th ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡില്ലാഡ് റെമിനിസസ് അബൌട്ട് എ കപ്പിൾ ഓഫ് summer ago when she was walking along the edge of the island. She went to see
what was in the water as well as scared some frogs. And she noticed that the frog has his strange habit of jumping into the water from the seemingly invisible position along the river bank. When they made their sudden leaps, the frog emits a funny, foggy, croaking sound before they splash into the water. അതായത് ഇപ്പോൾ ഈ സമ്മറിൻ്റെ ടൈമിൽ റിവർ ബാങ്കിൻ്റെ സൈഡിലൂടെ നടക്കുമ്പോൾ അവളെ അമ്യൂസ് ചെയ്യിപ്പി അവൾക്കറിയാം പിന്നെ ഇവരെ ഇൻവിസിബിൾ പൊസിഷനിൽ നിന്ന് കാണുമ്പോൾ തന്നെ ശരിക്കും അവരെ ആ ഒരു ഫ്രോഗിൻ്റെ അടുത്തേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഫ്രോഗ്സ് പിന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക. കാരണം അവർ അടുത്തില്ലെത്തി നമ്മളെ കണ്ടിട്ടാണ് ചാടുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, അതിന് കുറച്ച് മുമ്പ് തന്നെ ഇവർ നമ്മളൊരു ജസ്റ്റ് ഒരു പ്രസൻറ്റ് അവിടെ കിട്ടുമ്പോഴേക്കന്നെ ഇവർ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ആനി ഡില്ലാർഡിനെ അമ്യൂസ് ചെയ്യിപ്പിച്ചത്. Then 21st question, explain they carried off the gold and left us the gold. അതായത് എക്സ്പേർട്ട് ഫ്രം മെമ്മോയിസ് എന്നതിൽ പബ്ലോ നെറോയുടെ ഇതിൽ നിന്നുള്ളതാണ്. ഓക്കെ, ഇത് പോയത്തിൽ നിന്നുള്ളതാണ്. അതിൽ പറയുന്നുണ്ട് അവർ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ എല്ലാതും കൊണ്ടുപോയി, എല്ലാ നമുക്കുള്ള കാര്യങ്ങളും കാഷ്യൂ നട്ട്സും നമ്മളെ എല്ലാ ഗോൾഡും പൊട്ടാറ്റോ ഒക്കെ കൊണ്ടുപോയി. പക്ഷേ അതിന് പകരം അവർക്ക് നമ്മൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ലാംഗ്വേജ്, അതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് അവരിവിടെ ഇട്ടിട്ട് പോയി. അതാണ് ശരിക്കും അതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ എക്സ്പ്ലെയിൻ ദേ ക്യാരിഡ് ഓഫ് ഗോൾഡ് ആൻഡ് ലെഫ്റ്റ് ഇസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും അർത്ഥമാക്കിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കൂ 21st question, ഗോൾഡ്സ് ഡേ ഓഫ് പ്യൂരിറ്റി വാസ് വെൻ ഇറ്റ് വാസ് ഇൻ എർത്ത്. And the dirty issue awaiting is that it recently arrived are the explorers, and they will take the gold and use it as a currency, and it is loosed from the earth and purified by fire envelopment in the sweat and hands of man. Okay, and it will be forged in the something else fashioned into the coin or jewelry. ഓക്കെ, ഇതിന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ആൻസർ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, എക്സ്പ്ലെയിൻ ദി ക്യാരിഡ് ഓഫ് ദ ഗോൾഡ് ആൻഡ് ലെഫ്റ്റ് ഇസ് ഗോൾഡ്. ഓക്കെ, ഇപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് വായിച്ചത് നമ്മൾ ആൻസർ കീത്ത് പിന്നെ കീ പോയിൻറ്റ്സ് ആട്ടോ. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പിന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. പബ്ലോ നെറൂഡ ഈസ് എ ചിലിയൻ പോയിറ്റ് ആണ്. അതേമല്ല ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അവർ കൊടുത്തതാണിത്. ഓക്കെ, ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ചിലി ഈസ് സ്പാനിഷ് ആൻഡ് കോൺക്വിസ്റ്റഡേഴ്സ് വാസ് സ്പാനിഷ് conqueror who came to Chile. By 16th century, Spanish conquistadors began to subdue and colonize the region of the present-day Chile, and the territory became a colony between 1540 and 1820. During this period, the conquistadors carried off all the riches of Chile to Spain, but they left their language behind. In the line, this line Neruda is being the word gold in two different means. They carried off gold, and gold means conquistadors took away all the wealth of Chile. They left as the gold means they left as their language. To Neruda, words are far better than wealth. Then 22nd question, discuss the relation between Mole's parents. Okay, 22nd question, answer. Separation and divorce and stress and pains that they cause to family life are issues that, while no longer unusual among teenagers, are experienced by each individual for the first time. With pain and anger, they are not listened by being common. The theme of the separation and reconciliation of Adrian parents run throughout the diary and is treated with both understanding and irony, inviting healing and laughter. How does endosulfan debacle become one of the worst human right violation in history? Okay, അപ്പോൾ ലെറ്റർ ടു നെഞ്ചൻ പറമ്പ് എന്നില്ല ഇതിത്തെ ക്വസ്റ്റ്യനാണ് ഇത്. സോറി, ലെറ്റേഴ്സ് ഓഫ് മദേഴ്സ് ഓഫ് നെഞ്ചൻ പറമ്പ് ടു ദ സുപ്രീം കോർട്ട് എന്ന ചാപ്റ്ററിലത്തെ ക്വസ്റ്റ്യനാണിത്. 23rd. ഓക്കെ, ഹൺഡ്രഡ്സ് ഓഫ് ദ പീപ്പിൾ ഹാവ് ഡൈഡ്. എന്തുകൊണ്ടാണ് അത് ഏറ്റവും ഹ്യൂമൻ വാലിഡഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ,
അപ്പോൾ 100 of people have died under the horrible impact of aerial spraying of insecticide of the cashew plantation of the government owned plantation corporation of Kerala in 11 panchayat areas in Kasaragod district. The thousands still live out their hellish life. ഓക്കെ, ഈ എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത് കാരണം ഒരുപാട് പേർക്ക് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു. വേറെ കുറേ പേര് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള സ്റ്റേറ്റിൽ കടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇതിൽ കീ പോയിൻറ്റ്സേ ഉള്ളൂ, നിങ്ങളതൊന്ന് എലാബറേറ്റഡ് ആയിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ സെക്ഷൻ ബിയും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എൻ്റെ വീഡിയോ ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.